ഹായ് എല്ലാവർക്കും നിമിഷാസ് കിച്ചണിലേക്ക് സ്വാഗതം. ഇന്ന് നമുക്ക് നേന്ത്രപ്പഴം ഉപയോഗിച്ചിട്ട് എളുപ്പത്തിൽ ഉണ്ടാക്കാവുന്ന ഒരു സ്നാക്ക് എങ്ങനെയാണ് ഉണ്ടാക്കണമെന്ന് നോക്കാം കേട്ടോ. അപ്പോൾ 2 വലിയ നേന്ത്രപ്പഴമാണ് ഞാൻ ഇതിന് എടുത്തിരിക്കുന്നത്. ഇതുപോലെ തൊലി കറുത്ത നേന്ത്രപ്പഴമൊക്കെ ആകുമ്പോൾ കുട്ടികളൊന്നും പ്രത്യേകിച്ച് കഴിക്കാൻ ഇഷ്ടപ്പെടില്ലല്ലോ. അപ്പോൾ ഈ ഒരു നേന്ത്രപ്പഴം നമുക്കിതുപോലെ ഒന്ന് കട്ട് ചെയ്തെടുക്കാം. അപ്പോൾ അതിൻ്റെ ഉൾഭാഗത്ത് പ്രത്യേകിച്ച് കേടായിട്ടോ ഒന്നുമില്ല കേട്ടോ, നന്നായിട്ട് തന്നെയാണ് ഇരിക്കുന്നത്. പഴുപ്പ് കുറവുള്ള പഴം ഈ ഒരു റെസിപ്പിക്ക് വേണ്ടിയിട്ട് നിങ്ങൾ ഉപയോഗിക്കേണ്ട, ഇത് അത്ര ടേസ്റ്റി ആയിട്ട് വരില്ല കേട്ടോ. ഏത് പഴം വേണമെങ്കിലും നിങ്ങൾക്ക് ഉപയോഗിക്കാവുന്നത് തന്നെയുള്ളൂ. അപ്പോൾ ഈ 2 നേന്ത്രപ്പഴവും ഞാൻ ഇതുപോലെ ഒന്ന് കട്ട് ചെയ്ത് ഇട്ട് കൊടുക്കണം കേട്ടോ. ഇൻസ്റ്റൻ്റ് ആയിട്ടുള്ളൊരു സ്നാക്കിൻ്റെ റെസിപ്പി തന്നെയാണ്, നമുക്ക് കുറച്ച് ദിവസമൊക്കെ വരെ എടുത്തു വയ്ക്കാനും പറ്റും. നല്ല സോഫ്റ്റ് ആയിട്ടുള്ള വീണ്ടും വീണ്ടും നമുക്ക് കഴിക്കാൻ തോന്നുന്ന രീതിയിലുള്ള ഒരു സ്നാക്ക് ഐറ്റം കൂടിയാണ്. അപ്പോൾ ഈ കട്ട് ചെയ്തെടുത്ത 2 നേന്ത്രപ്പഴം കൂടെ നമുക്ക് മിക്സിയുടെ ഒരു വലിയ ജാറിലേക്കാണ് ഞാനിത് ഇട്ട് കൊടുക്കുന്നത് കേട്ടോ. ഇതിൻ്റെ കൂടെ കുറച്ച് കാര്യങ്ങളും കൂടി ചേർത്തിട്ട് നമുക്കിത് നന്നായിട്ട് തന്നെ ഒന്ന് അരച്ചെടുക്കാനുണ്ട്. അപ്പോൾ നേന്ത്രപ്പഴം മുഴുവനായിട്ട് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ഞാൻ ചേർക്കുന്നത് റവയാണ് കേട്ടോ. 1/2 കപ്പ് അളവിൽ റവ, സാധാരണ നമ്മൾ ഉപ്പുമാവ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഉപയോഗിക്കുന്ന റവ, വറുത്തതാണെങ്കിലും കുഴപ്പമില്ല, വറുക്കാത്തതാണെങ്കിലും കുഴപ്പമില്ല. ഇതിപ്പോൾ വറുത്തതാണ് കേട്ടോ ഞാൻ എടുക്കുന്നത്. അതും 1/2 കപ്പ് അളവിൽ നമുക്ക് ഈ മിക്സിയുടെ ജാറിലേക്ക് ഇട്ട് കൊടുക്കാം കേട്ടോ. ഇനി ഇതിലേക്ക് ഞാൻ ചേർത്ത് കൊടുക്കുന്നത് അരിപ്പൊടിയാണ്. ഇതിപ്പോൾ വറുത്ത അരിപ്പൊടിയാണ്. അതും 1/2 കപ്പ് അളവിൽ, സാധാരണ അപ്പം ഇടിയപ്പം ഒക്കെ ഉണ്ടാക്കാൻ ഉപയോഗിക്കുന്ന വറുത്ത അരിപ്പൊടി കേട്ടോ. ഇത് നമുക്ക് ഇതിലേക്ക് ഇട്ട് കൊടുക്കുക. ഒന്ന് ക്രിസ്പി ആയിട്ട് വരാൻ വേണ്ടിയിട്ടാണ് നമ്മളിതിലേക്ക് അരിപ്പൊടി ചേർക്കുന്നത്. പിന്നെ ഗോതമ്പ് പൊടിയാണ് ചേർക്കുന്നത്. 1/2 കപ്പ് അളവിൽ തന്നെയാണ് ഗോതമ്പ് പൊടി നമ്മളിതിലേക്ക് ചേർക്കുന്നത്. ഇതിൽ നമ്മൾ മൈദയൊന്നും തന്നെ ചേർത്ത് കൊടുക്കുന്നില്ല കേട്ടോ. കണ്ടോ, അപ്പോൾ ഇത്രയും കാര്യങ്ങൾ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമുക്ക് മധുരത്തിന് വേണ്ടിയിട്ട് ശർക്കരയാണ് ഞാൻ ചേർക്കുന്നത്. ഇതിപ്പോൾ ചെറിയ കഷ്ണങ്ങളായിട്ടുള്ള ശർക്കരയാണ് കേട്ടോ ഞാൻ എടുത്തിരിക്കുന്നത്. അല്ലെങ്കിൽ നിങ്ങൾക്കിപ്പോൾ ശർക്കര ചീകി വേണമെങ്കിൽ അങ്ങനെ എടുക്കാം, അല്ലെങ്കിൽ ഉരുക്കി ഒഴിക്കണമെങ്കിൽ അങ്ങനെയും ചെയ്യാം. പിന്നെ 1/2 കപ്പ് അളവിൽ നാളികേരം ചിരകിയതാണ് ചേർത്ത് കൊടുക്കുന്നത്. പിന്നെ ആവശ്യത്തിന് വെള്ളം കൂടിയാണ് ഒഴിച്ചു കൊടുക്കുന്നത്. അപ്പോൾ ഈ ഒരു സമയത്ത് ഞാൻ 1 കപ്പ് അളവിൽ വെള്ളം ചേർത്ത് കൊടുത്തിട്ടുണ്ട്. പിന്നെ നമുക്കൊന്ന് മിക്സ് ചെയ്ത് നോക്കിയതിന് ശേഷം, എന്തായാലും വെള്ളം ആവശ്യം വരും, അതിനുശേഷം മാത്രം ഒഴിച്ചു കൊടുക്കാം കേട്ടോ. വെള്ളം കൂടി പോയാലും നന്നായിട്ട് തന്നെ വരില്ല. അപ്പോൾ ഒന്ന് ബ്ലെൻഡ് ചെയ്തെടുത്ത് നോക്കട്ടെ. കണ്ടോ, ബ്ലെൻഡ് ചെയ്തെടുത്തപ്പോൾ ഇതുപോലെ ഒന്ന് തിക്കായിട്ട് വന്നിട്ടുണ്ട്. നമുക്കിതിലേക്ക് 1/2 കപ്പും കൂടെ ചേർക്കാം. അപ്പോൾ മൊത്തത്തിലൊരു 1.5 കപ്പ് വെള്ളം വേണ്ടി വരും കേട്ടോ ഇതിന് വേണ്ടിയിട്ട്. അപ്പോഴായിരിക്കും ആ ഒരു കൺസിസ്റ്റൻസി നമുക്ക് പെർഫെക്റ്റ് ആയിട്ട് തയ്യാറാക്കി എടുക്കാൻ പറ്റുക. പിന്നെ നമ്മൾ എടുക്കണ ആ ഒരു ശർക്കര ഉണ്ടല്ലോ, ശർക്കരയിൽ ഇപ്പോൾ മണ്ണ് അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ഉണ്ടെന്ന് തോന്നണമെന്നുണ്ടെങ്കിൽ അത് ഒരുക്കിയതിന് ശേഷം അരിച്ചിട്ട് നിങ്ങൾക്ക് ഒന്ന് തണുത്തതിന് ശേഷം ഇതിലേക്ക് ചേർത്തിട്ട് വെള്ളത്തിന് പകരമായിട്ട് ഒഴിച്ചു കൊടുക്കാവുന്നതുള്ളൂ കേട്ടോ. അപ്പോൾ കണ്ടോ, ഈ ഒരു കൺസിസ്റ്റൻസിയിൽ ഇത് വന്നിട്ടുണ്ട്. നല്ല തിക്കായിട്ടുള്ള ഒരു ബാറ്ററായിട്ട് തന്നെ കിട്ടിയിട്ടുണ്ട് കേട്ടോ. ഇത് നമുക്കൊരു പാത്രത്തിലേക്ക് ഒഴിച്ചു കൊടുക്കാം. എല്ലാം കൂടെ നന്നായിട്ട് തന്നെ ഒന്ന് ബ്ലെൻഡായിട്ട് തന്നെ വരണുണ്ട്. അപ്പോൾ ഇടയ്ക്കൊന്ന് ഇളക്കി കൊടുക്കുക. നമ്മളിത് ബ്ലെൻഡ് ചെയ്തെടുക്കണ ആ ഒരു സമയത്ത്, അല്ലെങ്കിൽ അടിഭാഗത്തൊക്കെ ചിലപ്പോൾ കട്ടയൊക്കെ പോലെ ചിലപ്പോൾ എടുക്കാനൊക്കെയുള്ള സാധ്യത കൂടുതലാണ് കേട്ടോ. അപ്പോൾ അതെ, ഇതും റെഡി ആയിട്ടുണ്ട്. കണ്ടോ, ഈ ഒരു കൺസിസ്റ്റൻസിയാണ് നമുക്ക് വേണ്ടത്. ഒരുപാട് ലൂസായിട്ടും പോകരുത് കേട്ടോ. ഇതുപോലെ നമ്മൾ ഒഴിച്ചു കൊടുക്കുന്ന സമയത്ത് ഒഴിച്ചു കൊടുക്കാൻ പറ്റണം, ആ ഒരു രീതിയിലാണ് വേണ്ടത്. പിന്നെ ഞാനിവിടെ ഒരു പാൻ എടുത്തിട്ടുണ്ട്. ഒരു ചീനച്ചട്ടി എടുക്കാം, അതിലേക്ക് ആവശ്യത്തിന് എണ്ണ ഒഴിച്ചു കൊടുക്കണം കേട്ടോ. എണ്ണ ഒന്ന് നന്നായിട്ട് ചൂടായിട്ട് വരട്ടെ. ആ ഒരു സമയം കൊണ്ട് നമുക്ക് ഈ ഒരു മിക്സിലേക്ക് ഞാനൊരു 1.5 ടീസ്പൂൺ അളവിൽ കറുത്ത എള്ളാണ് ചേർക്കുന്നത്. എള്ളെന്ന് പറയുമ്പോൾ ശരിക്കും ഹെൽത്തി ആണല്ലോ, ഇതുപോലുള്ള സ്നാക്കിന് ടേസ്റ്റും കൂടുതൽ തന്നെ കൊടുക്കും കേട്ടോ. എള്ള് ചേർത്തതിന് ശേഷം നമുക്കിതുപോലെ നന്നായിട്ട് ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. 1/2 കപ്പ് ശർക്കര ചേർത്ത് കഴിഞ്ഞാൽ മധുരം പെർഫെക്റ്റ് ആയിട്ട് തന്നെ വരും കേട്ടോ. കാരണം 2 വലിയ നേന്ത്രപ്പഴം എടുത്തത് കൊണ്ട് തന്നെ ആ നേന്ത്രപ്പഴത്തിൻ്റെ മധുരം ഒക്കെ ഉണ്ടാവും. അപ്പോൾ ഒരുപാട് ശർക്കരയുടെ ഒന്നും ആവശ്യം നമുക്ക് ഇതിലേക്ക് ഇല്ല കേട്ടോ. പിന്നെ ഇത് നല്ല സോഫ്റ്റ് ആയിട്ടുള്ളൊരു സ്നാക്ക് കൂടിയാണ്, കാരണം അത്യാവശ്യം അളവിൽ നമ്മൾ പഴം ഇതിലേക്ക് ചേർക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെ ഇനി നമുക്ക് ഇതിലേക്ക് ചേർക്കുന്നത് ബേക്കിംഗ് സോഡയാണ്. ഇതൊരു 1/4 ടീസ്പൂൺ അല്ലെങ്കിൽ ഒരു 2 നുള്ള് അത്ര തന്നെ മതി കേട്ടോ. അതിനുശേഷം നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. ഈ ഒരു ബാറ്ററിൻ്റെ എല്ലാവിടേക്കും നന്നായിട്ട് തന്നെ ഇതുപോലെ ഒന്ന് ആയിട്ട് വന്നോട്ടെ കേട്ടോ. കണ്ടോ, അതിനുശേഷം നമുക്കിതൊന്ന് മിക്സ് ചെയ്തെടുക്കാം. പിന്നെ ഇതിലേക്ക് ഒരു ഫ്ലേവറിന് വേണ്ടിയിട്ട് ഏലക്കാപ്പൊടിയാണ് 1 ടീസ്പൂൺ ചേർക്കുന്നത്. ഏലക്കായും പഞ്ചസാരയും കൂടെ പൊടിച്ചെടുത്തതാണ് കേട്ടോ. അതും നല്ലൊരു ഫ്ലേവർ തന്നെ കൊടുക്കും. അതിനുശേഷം എല്ലാം കൂടെ വീണ്ടും ഒന്ന് നമുക്ക് മിക്സ് ചെയ്തെടുക്കാം. ഇനിയിപ്പോൾ എണ്ണ നന്നായിട്ട് ചൂടായിട്ട് വന്നിട്ടുണ്ട്. നല്ല ചൂടായിട്ടുള്ള എണ്ണയിലേക്ക് ഇതുപോലെ സ്പൂൺ കൊണ്ട് നമുക്ക് ഇതുപോലെ കോരി ഒഴിക്കാം. ഞാൻ 2 രീതിയിൽ കാണിക്കുന്നുണ്ട് കേട്ടോ. ഇതിലും കാണിക്കുന്നുണ്ട്, ഉണ്ണിയപ്പച്ചട്ടിയിലും കാണിക്കുന്നുണ്ട്. ഉണ്ണിയപ്പച്ചട്ടി ഇല്ലാത്തവർക്ക് ഈ ഒരു രീതിയിൽ നമുക്ക് ട്രൈ ചെയ്യാവുന്നതുള്ളൂ. ഇത് ഒഴിച്ചു കൊടുത്ത് പെട്ടെന്ന് തന്നെ ഇത് പൊങ്ങി വരും. ഞാൻ ഹൈ ഫ്ലെയിമിൽ തന്നെയാണ് വെച്ച് കൊടുക്കണത് കേട്ടോ. ഇത് നമുക്ക് ഹൈ ഫ്ലെയിമിൽ വെച്ച് തന്നെ കുക്ക് ചെയ്യാം. ഒരുപാട് സമയം എടുക്കില്ല വെന്ത് വരാനൊന്നും വേണ്ടിയിട്ട് കേട്ടോ.
കണ്ടോ, നന്നായിട്ട് ഇങ്ങനെ വീർത്ത് വരും. പക്ഷേ ഇങ്ങനെ ഉണ്ടാക്കുമ്പോൾ എല്ലാം ഒരേ ഷേപ്പിൽ വരില്ല എന്നുള്ളൂ കേട്ടോ. ഉണ്ണിയപ്പച്ചട്ടിയിലാകുമ്പോൾ എല്ലാം ഒരേ ആ ഒരു ഷേപ്പിലേക്ക് തന്നെ വന്നോളും. എങ്ങനെ വേണമെങ്കിലും നമ്മുടെ ഇഷ്ടത്തിനനുസരിച്ച് ഉണ്ടാക്കാവുന്നതുള്ളൂ. കണ്ടോ, എല്ലാം ഇതുപോലെ ഒന്ന് പൊങ്ങി വരുമ്പോൾ നമുക്ക് തിരിച്ചു മറിച്ചിട്ടിട്ട് ഫ്രൈ ചെയ്തെടുക്കാം. ആ രീതിയിൽ നമുക്ക് ചെയ്തെടുക്കാവുന്നത് തന്നെയുള്ളൂ കേട്ടോ. നന്നായിട്ടൊന്ന് ഫ്രൈ ആയിട്ട് ഇതുപോലെ ഒന്ന് കളറ് മാറി തുടങ്ങണം. ഒരു ലൈറ്റ് ബ്രൗൺ ഷെയ്ഡിലേക്ക് വരുമ്പോൾ നമുക്കിത് ഇതുപോലെ ഒന്ന് കോരി മാറ്റാം കേട്ടോ. കണ്ടോ, നല്ല അടിപൊളിയായിട്ട് തന്നെ റെഡി ആയിട്ട് വന്നിട്ടുണ്ട്. ക്വിക്കായിട്ട് ഉണ്ടാക്കാവുന്ന ഒരു സ്നാക്ക് തന്നെയാണ്. നമുക്കിത് ഒരുപാട് സമയമൊന്നും എടുക്കുന്നില്ല. പെട്ടെന്ന് ഒരു മിക്സിയുടെ ജാറിൽ തന്നെ എല്ലാ പരിപാടിയും കഴിയും, ബ്ലെൻഡിങ് കാര്യങ്ങളെല്ലാം തന്നെ. ഇനി ബാക്കിയുള്ളത് ഞാൻ ഈ ഒരു ഉണ്ണിയപ്പച്ചട്ടിയിലാണ് ഉണ്ടാക്കുന്നത്. ഇതുപോലെ ആകുമ്പോൾ നമുക്ക് ഒരുപാടെണ്ണം ഒരേ സമയം ഉണ്ടാക്കിയെടുക്കാനും പറ്റും, വലിയ ഉണ്ണിയപ്പച്ചട്ടിയൊക്കെ ആണെന്നുണ്ടെങ്കിൽ. അപ്പോൾ എണ്ണ ഒഴിച്ച് കൊടുത്തിട്ട് എണ്ണ ചൂടായിട്ട് വരുമ്പോൾ ഓരോ കുഴികളിലും ഇതുപോലെ ഇട്ട് കൊടുക്കുക. ഇത് വീർത്ത് വരും, അപ്പോൾ അതിനനുസരിച്ച് മാത്രം ബാറ്ററി ഇട്ട് കൊടുക്കാട്ടോ, അല്ലെങ്കിൽ ഒരുപാടങ്ങോട്ട് പുറത്തേക്ക് നിൽക്കും. ശരിക്കും പറഞ്ഞാൽ ഇത് നന്നായിട്ട് തന്നെ വീർത്ത് നല്ലൊരു ഷേപ്പിലേക്ക് തന്നെ വരും. ഇത് ശരിക്കും പറഞ്ഞാൽ ഉണ്ടാക്കിയൊക്കെ കഴിയുമ്പോഴേക്കും ഉണ്ണിയപ്പത്തിനേക്കാളും നല്ലൊരു എക്സ്ട്രാ സോഫ്റ്റ് ആയിട്ടുള്ളൊരു സംഭവമായിരിക്കും. പക്ഷെ കാണുമ്പോൾ കുറച്ചൊക്കെ ഒരു ഉണ്ണിയപ്പത്തിൻ്റെ ഒരു ലുക്ക് ഉണ്ടെന്നുണ്ടെങ്കിലും ടേസ്റ്റിലാണെന്നുണ്ടെങ്കിലും വ്യത്യാസമുണ്ട്. നമ്മൾ ചേർക്കുന്ന ഇൻഗ്രീഡിയൻസിലും ഒക്കെ വ്യത്യാസമുണ്ട് കേട്ടോ. അപ്പോൾ അത് എല്ലാ കുഴികളിലും ഞാൻ ഇതുപോലെ തന്നെ ഒന്ന് ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. പിന്നെ ഉണ്ണിയപ്പം എന്നൊക്കെ പറയുമ്പോൾ നമ്മൾ മലയാളികളുടെ ഒരു വികാരമാണല്ലോ. അപ്പോൾ ഉണ്ണിയപ്പത്തിൻ്റെ ആ ഒരു ഷേപ്പിലൊക്കെ കാണുമ്പോൾ കുട്ടികളൊക്കെ ആണെന്നുണ്ടെങ്കിലും ഇഷ്ടപ്പെട്ട് കഴിക്കുകയൊക്കെ ചെയ്യുന്നുണ്ടോ. അപ്പോൾ അതേ എല്ലാം ഇതുപോലെ തന്നെ ഒന്ന് ഉണ്ടാക്കിയെടുക്കുന്നുണ്ട്. ഇത് പെട്ടെന്ന് വെന്ത് വരുന്നുണ്ട്. നമ്മൾ അവസാനത്തെയൊക്കെ ഒഴിച്ചു കൊടുക്കുമ്പോഴേക്കും ബാക്കിയുള്ളതൊക്കെ ഇങ്ങനെ പതുക്കെ ഇങ്ങനെ തിരിഞ്ഞ് വരും. അപ്പുറത്തെ ഭാഗം ഇങ്ങനെ എന്താ പറയുക തന്നെ മറിഞ്ഞ് അങ്ങനെ വരുന്നുണ്ടോ. അപ്പോൾ ഒരുപാട് സമയമൊന്നും എടുക്കില്ല ഇത് വെന്ത് വരാനാണെന്നുണ്ടെങ്കിലും. ആവശ്യത്തിന് ഫ്രൈ ആയിട്ട് വരെ ഒരു 3-4 പ്രാവശ്യമൊക്കെ ആയിട്ട് നമുക്കിത് മുഴുവൻ ഉണ്ടാക്കിയെടുക്കാം. ഈ ഒരു രീതിയിൽ തിരിച്ചിട്ട് കൊടുക്കുക. അങ്ങനെ തിരിച്ചു മറിച്ചിട്ടിട്ട് നമുക്കിത് നന്നായിട്ട് തന്നെ ഒന്ന് ഫ്രൈ ചെയ്ത് എടുക്കാവുന്നതുള്ളൂ കേട്ടോ. ഒരുപാട് ബ്രൗൺ ഷെയ്ഡിലേക്ക് വരുത്തേണ്ട ആവശ്യമൊന്നുമില്ല. എന്താ പറയുക, അതിൻ്റെ ഉൾഭാഗം കറക്റ്റായിട്ട് കുക്കായിട്ട് വന്നിട്ടുണ്ടാവും അതിനു മുമ്പ് തന്നെ. കുട്ടികൾക്കൊക്കെ പുറത്തുനിന്ന് എപ്പോഴും സ്നാക്സൊക്കെ വാങ്ങിച്ചു കൊടുക്കുന്നതിനേക്കാളും ഇതുപോലെയുള്ള സ്നാക്സൊക്കെ വീട്ടിലുണ്ടാക്കുന്നതൊക്കെ ആയിരിക്കും എപ്പോഴും ഹെൽത്തി ആയിട്ട് ഉണ്ടാവുക കേട്ടോ. അപ്പോൾ അതേ ഇതെല്ലാം ഒന്ന് തിരിച്ചിട്ട് കൊടുത്തിട്ടുണ്ട്. കണ്ടോ, ഇതുപോലൊരു ലൈറ്റ് ബ്രൗൺ ഷെയ്ഡിലേക്ക് വന്നിട്ടുണ്ട്. നമുക്ക് ഓരോന്നും കോരി മാറ്റാം കേട്ടോ. കണ്ടില്ലേ, നല്ല അടിപൊളിയായിട്ട് തന്നെ വന്നിട്ടുണ്ട്. അപ്പോൾ കറക്റ്റ് കുക്കായിട്ട് വരാത്തത് ആ നടുഭാഗത്തേക്ക് ഇട്ട് കൊടുക്കുക. കാരണം ആ ഒരു ഫ്ലെയിമിൻ്റെ ഒരു ചൂട് എപ്പോഴും നടുഭാഗത്ത് കൂടുതലായിരിക്കുമല്ലോ. അപ്പോൾ അവിടെയുള്ളത് പെട്ടെന്ന് ഫ്രൈ ആയിട്ട് വരും ചെയ്യും. അപ്പോൾ എല്ലാം ഇതുപോലെ തന്നെ നമുക്ക് എടുക്കാം കേട്ടോ. ഞാനൊരു കിച്ചൺ ടിഷ്യൂയിലേക്കാണ് ഇത് ഇട്ട് കൊടുക്കണത്. അപ്പോൾ എന്തെങ്കിലും എക്സസ് ആയിട്ടുള്ള ആ ഒരു എണ്ണ കാര്യങ്ങളൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ അത് അബ്സോർബ് ചെയ്തോളും. അപ്പോൾ അടുത്ത ബാച്ചും ഇതുപോലെ തന്നെ നമുക്കൊന്ന് ഫ്രൈ ചെയ്തെടുക്കാം കേട്ടോ. ആ ഒരു ബാറ്ററിൻ്റെ കൺസിസ്റ്റൻസി ഒന്ന് ശ്രദ്ധിച്ചാൽ മതി. ബാക്കിയെല്ലാം നമുക്ക് വളരെ എളുപ്പത്തിൽ തന്നെ തയ്യാറാക്കി എടുക്കാവുന്നതുള്ളൂ. എല്ലാം ഇതുപോലെ തന്നെ നമുക്കൊന്ന് റെഡിയാക്കി എടുക്കാം. നമുക്ക് വീണ്ടും കഴിച്ചുകൊണ്ട് ഇരിക്കാൻ തോന്നുന്ന നല്ലൊരു അടിപൊളി സ്നാക്ക് ഐറ്റം തന്നെയാണ് കേട്ടോ. ഇനിയിപ്പോൾ വെക്കേഷനൊക്കെ അല്ലേ വരുന്നത്. അപ്പോൾ ആ ഒരു സമയത്തൊക്കെ കുട്ടികൾക്ക് ഉണ്ടാക്കി കൊടുക്കാവുന്ന ഒരു ഐറ്റം തന്നെയാണ്. അല്ലെങ്കിൽ ഇഫ്താറിൻ്റെ സമയത്തൊക്കെ നമുക്ക് ട്രൈ ചെയ്യാവുന്ന ഒരു ഓപ്ഷൻ കൂടിയാണ് കേട്ടോ. കണ്ടോ, എല്ലാം ഞാൻ ഇതുപോലെ ഒന്ന് റെഡിയാക്കി എടുത്തിട്ടുണ്ട്. ഞാൻ ഒരെണ്ണം ഇതുപോലെ ഒന്ന് പൊട്ടിച്ച് കാണിക്കാം. കണ്ടോ, നല്ല സോഫ്റ്റാണ്. ഉണ്ണിയപ്പത്തിനേക്കാളൊക്കെ ഒരുപാട് സോഫ്റ്റ് ആയിട്ടുള്ളൊരു സ്നാക്ക് ഐറ്റമാണ് കേട്ടോ. അപ്പോൾ നിങ്ങളിങ്ങനെ തയ്യാറാക്കി നോക്കിയിട്ടില്ലെങ്കിൽ ട്രൈ ചെയ്ത് നോക്കുക. എന്തായാലും ഇഷ്ടമാവും. കുട്ടികൾക്കാണെന്നുണ്ടെങ്കിലും വലിയവർക്കും ഒക്കെ ഇഷ്ടമാവും കേട്ടോ. നല്ല പെർഫെക്റ്റ് ആയിട്ടുള്ളൊരു മധുരവും കാര്യങ്ങളൊക്കെ തന്നെയാണ്. അപ്പോൾ വീഡിയോ കണ്ടതിന് ശേഷം നിങ്ങളുടെ അഭിപ്രായങ്ങൾ തീർച്ചയായിട്ടും താഴെ കമൻറ്റ് ബോക്സിലൊന്ന് അറിയിക്കാം കേട്ടോ. ഇതിൽ നല്ലൊരു റെസിപ്പി ആയിട്ട് നമുക്ക് വീണ്ടും കാണാം കേട്ടോ.